ഗുഡ് മോർണിംഗ്. ഇന്നൊരു നല്ല മോർണിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് സൺഡേ ആണ്. സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്, അത്യാവശ്യം ഫ്രീ ടൈംസ് ഒക്കെ കിട്ടുന്നൊരു ദിവസമാണ്. പിന്നെയെന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പള്ളിയിൽ പോകുന്ന വീഡിയോസൊക്കെ എപ്പോഴും കാണുന്നതുകൊണ്ട് അതൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഷോർട്സിൽ പോയി നോക്കിയാൽ മതി. പിന്നെ എനിക്ക് ചെറിയൊരു ജലദോഷം സൈഡിൽ കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. പിന്നെന്താണ്, പിന്നെ ഇന്ന് ഒരു സെൽഫ് കെയർ, ഹെയർ കെയർ, ഫുൾ ബോഡി കെയർ എന്നൊക്കെ പറയുന്ന ഒരു ദിവസമാണ് കേട്ടോ. പിരികൊക്കെ ഐബ്രോസൊക്കെ ഇങ്ങനെ കാർഡ് പോലെ വളർന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് വെട്ടി ഒതുക്കണം. പിന്നെന്താ, പിന്നെ നമുക്ക് മൊത്തം എന്തെങ്കിലുമൊക്കെ ഇടാം, കയ്യിലെന്തെങ്കിലുമൊക്കെ ഇടാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഞാനൊരു റീൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചെയ്യണം, ഒരു ട്രാൻസാക്ഷൻ വീഡിയോ. അപ്പം ഒരു മേക്കപ്പ് ലുക്ക് കൂടെ ചെയ്യണം നമുക്കിന്ന്. പിന്നെന്താ, പിന്നെ ഞങ്ങൾക്കിന്ന് സേവനവാരമാണ്. ഞങ്ങൾക്കിന്ന് എല്ലാവരും കൂടെ ഫുള്ള് പറമ്പെല്ലാം വൃത്തിയാക്കുന്ന ദിവസമാണ്. അപ്പോൾ അത് നിങ്ങളൊക്കെ വേണമെങ്കിൽ കാണിക്കാം. ഇന്ന് ഫുള്ള് ഒരു ജിൽ ഡേ ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ, അതായത് ഇന്ന് വരാനുള്ള വീഡിയോയുടെ തംബ്നെയിൽ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നാളെ നിങ്ങൾ കാണാനുള്ള വീഡിയോ എനിക്കൊന്ന് എഡിറ്റ് ചെയ്താൽ മതി. അതുകൂടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സെറ്റ്. എനിക്ക് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇച്ചിരി നേരം കിടന്നുറങ്ങണമെന്നുണ്ട്. ഇവിടെ എല്ലാവരും ഉച്ചയ്ക്കൊന്ന് കിടന്നുറങ്ങുമേ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രേത്തെ പോലെ എഴുന്നേറ്റിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ഇച്ചിരി നേരം ഒന്ന് കിടക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്ന്. അപ്പോൾ വെൽക്കം ബാക്ക് ടു റിയ സോണി യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ പേരെന്താ പറ, നിങ്ങൾ പറ. എൻ്റെ പേര് റിയ എന്നാണ് കേട്ടോ. എല്ലാവർക്കും അവരവരുടെ പേരൊന്നും ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്വന്തം പേര് ഇഷ്ടമില്ലാത്ത. പക്ഷെ എനിക്ക് എൻ്റെ പേര് ഭയങ്കര ഇഷ്ടമാണ്. എന്താണോ എന്തോ, എനിക്ക് എൻ്റെ പേര് ഭയങ്കര ഇഷ്ടമാണ്. സെൽഫ് ലവ് ആണോ എനിക്കറിയത്തില്ല. എന്താണേലും എനിക്ക് എൻ്റെ പേര് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അത് നിങ്ങളെ കാണിക്കാം. ഇന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സാധനം, ഞാൻ ആദ്യമായിട്ട് ഒരു സാധനം ഇഷ്ടമില്ല എന്ന് പറയുന്നത്, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം. കാണാം. നമുക്കിന്ന് കഴിക്കാൻ രാവിലെ അടയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടില്ലെങ്കിൽ മതസ്ത്രീ മോൻ വേർപ്പിക്കും. നമുക്ക് ഒരെണ്ണം എടുക്കാം. നമ്മൾ ഇതെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടമല്ല. ഇങ്ങോട്ട് വാ. എന്താ അപ്പൊ നിങ്ങൾ മോൻ വീർപ്പിച്ചിരിക്കൂലേ? ഇതാണ് എന്റെ മാതാസ്ത്രീ. വൃത്തിയുള്ള ലുക്കിൽ കണ്ടോളൂ. നിങ്ങൾ നൈറ്റിയിലൊക്കെ അല്ലേ കാണുന്നേ? എന്താ പറയാനുള്ളത്? ഈ വൃത്തിയായിട്ട സാധനം എന്തിനാ ഉണ്ടാക്കിയ? പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറ. എന്തോ നല്ല നല്ല സാധനങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. നല്ല നല്ല സാധനങ്ങള് എന്നെ മരവിപ്പിക്കുവാ. ഉണ്ടാക്കത്തില്ലാതിരിക്കാൻ പറ്റിയല്ലോ. മധുരമില്ല. ഇത് ഒരു 2 പേരിലാട്ടായിരിക്കും. പിന്നെ നിനക്ക് ഒരു 10 കൊല്ലം ഞാൻ കിട്ടണം. മധുരം കൂടുന്നുണ്ടോ നോക്കണം. അമ്മ കൂടുതലോ നോക്കണോ? അവിടെ ഞാനാണ് കേട്ടോ അമ്മയ്ക്ക് എപ്പോഴും ബ്യൂട്ടീഷ്യൻ ചെയ്യാറ്. എന്റെ ബ്യൂട്ടീഷ്യനാ മമ്മിക്ക് ഇഷ്ടം. ഇവിടെ വേറെ മതസ്ത്രീ പള്ളി പോവാണ് കേട്ടോ. ഒത്തിരി തേക്കൂല. ഇത് ഒത്തിരി തേക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ന്യൂഡാ, തിരിയത്തില്ല അങ്ങനെ തേച്ചാല്. കിളവി ആയാലും കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വെക്കോ. ഒന്നിലെ യൂട്യൂബറിന്റെ അമ്മയല്ലേ അല്ലേ? ലോകം മുഴുവൻ കാണുന്നുണ്ടാവില്ല. നരച്ച് മുഴുവൻ. നമുക്ക് ഡൈ തേക്കാം. ഫുള്ള് ഡൈ ആണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കട്ടെ ഇവിടെ മാത്രമാ നരച്ചത്. ഫുള്ള് ഡൈ. ഇത് മുഴുവൻ ഡൈയാ. പിടിച്ചില്ല. പ്രായത്തെ പറയാൻ പിടിക്കത്തില്ല കേട്ടോ. പ്രായത്തെ നിങ്ങൾ ആലോചിക്കണേ. 26 വയസ്സുണ്ട് എനിക്ക്. 26 വയസ്സൊരു പൊട്ടോട് അടങ്ങിയിരിക്കും. പക്ഷോ നമുക്ക് മതസ്ത്രീക്ക് ഒരു പൊട്ടോടെ കൊടുക്കാം. പൊന്നും കുടത്തിന് പൊട്ട് വേണ്ടെന്നാ. എന്നാലും ഇരിക്കട്ടെ. അത്ര വലിയ പൊന്നും കുടമൊന്നുമല്ല. ഭയങ്കര സാധനമാ. നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല. നിങ്ങൾ കാണുമ്പോ എന്നൊക്കെ നിങ്ങക്ക് തോന്നുന്നതാ. ഭയങ്കര
ഭയങ്കര സാധനം ഗൈസ്. അങ്ങനെ ഭയങ്കര സാധനമല്ല. ഇന്നലെ എന്റെ അടുത്ത് വഴക്കിട്ടിരുന്നേ, എന്റെ അടുത്ത് ഇന്നലെ എന്തിനാ വഴക്കിട്ടിരുന്നേ? അയ്യോ വീഴില്ലേ? ഇന്നലെ എന്തിനാ വഴക്കിട്ടിരുന്നേ? തീരെ വഴക്കിട്ടിരിക്കും. എന്റെ അടുത്ത് മോൻ വീർപ്പിച്ചിരിക്കും. മക്കളോട് ഇന്ന് വൈകിട്ട് പുറത്തു പോണോ? ഇന്നോ നാളെയോ ആയിട്ട് നമ്മൾ പുറത്തു പോകും. അപ്പൊ അത് ഞാൻ പിന്നെ പറയാം ഗൈസ്. അപ്പം മമ്മീനൊന്ന് പറഞ്ഞു വിടട്ടെ. എങ്ങോട്ട്? അപ്പം മമ്മി പോയിട്ടുണ്ട്. ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് അടയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലടാ. ഒന്നെങ്കിൽ മധുരം വെച്ച് മടക്കണം, അതല്ലെങ്കിൽ കറി വെച്ച് എന്നുവെച്ചാൽ കറിയുടെ കൂടെ ഇങ്ങനെ മുക്കി മുക്കി കഴിക്കാനുള്ള രീതിയിൽ ഉണ്ടാക്കണം. ഇത് തേങ്ങയും വെള്ളവും കൂടി ഇട്ടിട്ട് ഒരുമാതിരി വലിയ ആന സാധനം. എനിക്കതുകൊണ്ട് ഇത് വലിയ ഇഷ്ടമല്ല. പിന്നെ മമ്മി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ മമ്മി മുഖം വീർപ്പിച്ചിരിക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ കഴിക്കുന്നത് ഇത്, ആ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ. അല്ലാണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാവേ. ഞാൻ ഫുഡെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പിരിയൻ ത്രെഡ് ചെയ്യാം. ഞാൻ +2 തൊട്ട്, എൻ്റെ +2 തൊട്ടിട്ട് ഇന്ന് ഈ ഒരു ടൈം വരെ, അതൊരു 9 വർഷത്തോളം, 8-9 വർഷത്തോളം ഞാൻ തന്നെയാണ് കേട്ടോ പിരിയൻ ത്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ പിരിയൻ ഞാൻ തന്നെയാണ് ത്രെഡ് ചെയ്യുന്നത്. അത് പക്ഷെ ബ്ലേഡ് വെച്ചിട്ടാണ്. എന്നാലും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. കുറ്റം പറയരുതല്ലോ, അങ്ങനെ പറഞ്ഞല്ല, ശരിക്കും എനിക്ക് അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. ഇനി അതല്ല, എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ ഷോപ്പിലൊക്കെ പോയിട്ട് പിരിയൻ ത്രെഡ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ചുറ്റുമുള്ളവർക്കും ഞാൻ തന്നെ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പം അത്രയും ഒരു കഴിവുണ്ട് എനിക്ക്, ആ ഒരു കഴിവ് എനിക്കുണ്ട്. അപ്പം ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. സാധാരണ ഞാൻ വൈകിട്ടൊക്കെയാണ് കേട്ടോ പിരിവ് എടുക്കുന്നത്. അപ്പം പിന്നെ അതങ്ങ് കുളിച്ചാൽ മതിയല്ലോ. അപ്പം മുഖത്ത് വല്ലതും ഇങ്ങനെ ഹെയർ ആയിട്ടുണ്ടെങ്കിൽ അങ്ങ് കുളിച്ചാൽ മതിയല്ലോ എന്നോർത്ത് ഞാൻ ഇവിടെ ഒരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. പിള്ളേരാരും അനുകരിക്കരുത്, അതേപോലെ ചെയ്യാൻ അറിയാത്തവർ ചെയ്ത് നോക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ പിരിവാണ്, നിങ്ങൾ കോമാളിയെ പോലെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് ആരും അനുകരിക്കരുത്. ആദ്യം തന്നെ എനിക്കിവിടെ കണ്ണാടി ഇല്ല നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്ക് ഡെമോ പോലെ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഇവിടുന്ന് ചെയ്യും. പിന്നെ ഇവിടെ ചെയ്യാൻ നേരം ഇവിടുന്ന് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യും. അത് എൻ്റെ ഷേപ്പ് ചെയ്യും. ഒരിക്കലും ഒരാളും ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യരുത്, ലൈക്ക് ഇവിടെ നിങ്ങൾ വടിച്ചെടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മുറിപ്പിരികമായിട്ടിരിക്കും. ഇത് എത്ര ലെങ്ത് ഉണ്ടോ, നിങ്ങളുടെ ശരിക്കുള്ള ലെങ്ത് എത്രയാണോ ഉള്ളത് അത്രയും തന്നെ വെച്ചോളൂ. അതാണ് ഞാൻ പറയാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇപ്പോൾ ഒത്തിരി കട്ടി കുറയ്ക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ആയിരുന്നു ഈ കട്ടി കുറച്ച ഒരു ഫാഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കട്ടിയുള്ള പിരിക. എൻ്റെ ഐബ്രോസ് എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ നല്ലപോലെ നോക്കിക്കോ കേട്ടോ. ഒരുമാതിരി ചത്ത പോലെ ഇരിക്കുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഒരു, പക്ഷെ എനിക്കറിയത്തില്ല. നോക്കി വെച്ചോ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പിരികടിക്കുന്നത്. അപ്പം ഞാൻ ഇത് ചെയ്തിട്ട് വന്നിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഒരു ഭാഗം എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇച്ചിരി കട്ടി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വട്ടം ഞാൻ ചെയ്തപ്പോൾ ഇച്ചിരി ഒന്ന് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ടി കുറച്ചു. അപ്പോൾ ഈ വട്ടം ചെയ്യേണ്ട വന്നപ്പോഴും ഇച്ചിരി കട്ടി കുറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല, ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കിയും കൂടെ ഞാൻ ഫിനിഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാൻ 2 പിരിവ് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ കുറച്ച് മീശയും താടിയില്ല മീശയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ അതുകൂടെ എടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ അൽക്കുലത്തെ പണികളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഒന്ന് മാറ്റിയിട്ടുണ്ട്, വേറെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു പൊട്ടൂടെ വെക്കാം. പിരികെടുത്ത് കഴിയുമ്പോൾ പൊട്ട് വെച്ചിട്ട് അത്യാവശ്യം നല്ല രസം ഉണ്ടാവേ. ഒരു കൊട്ടി പൊട്ട് വെക്കാം. മറ്റേത് കുറച്ചൊരു വലിയ പൊട്ടില്ലായിരുന്നു. യെസ്, ഇത്രയും കുട്ടിയാക്കണ്ട, ഒരു ഇച്ചിരി വലിയ പൊട്ട്. ഞാൻ ഒരു പൊട്ട് എടുത്തിട്ടുണ്ടാവേ. അത്യാവശ്യം മോശമില്ലാത്ത സൈസിലുള്ള ഒരു പൊട്ട് കിട്ടിയിട്ടുണ്ട്. അതോടെ ചോക്കാം. പോയോ എന്താണ്? മേക്ക് ഓക്കെ, സെറ്റല്ലേ? അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പം ഞാൻ റൂമിൽ നിന്നൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഒരു മിഥ്യാധാരണയുണ്ട്, കണ്ടന്റ് ക്ഷാമം ഉണ്ടെന്ന്. നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. വ്ളോഗേഴ്സിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുല്ല് തൊട്ട് പൂച്ച വരെ അവരുടെ കണ്ടൻ്റാണ്.
അതുകൊണ്ട് കണ്ടന്റ് ക്ഷാമം ഒരിക്കലും വരില്ല. എനിക്കൊക്കെ ഈ പുറത്തോട്ട് ഇറങ്ങി അപ്പം കണ്ടന്റ് അല്ലേ, ഒരു 100,000 കണ്ടന്റ് എൻ്റെ ചുറ്റും തന്നെയുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും എന്താണേലും കണ്ടന്റ് ക്ഷാമം വരത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ ക്ഷാമം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും അറിയിക്കാം. അപ്പോൾ അങ്ങനെ കരുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഈ ആംഗിളും കൊള്ളാം അല്ലേ, ഇത് നമ്മൾ പട്ടിക്കൂടിൻ്റെ വണ്ടയ്ക്ക് വെച്ചേക്കുന്നതാണ് കേട്ടോ. മറ്റേ ജിമ്പലിൻ്റെ അകത്ത് ഫോൺ കണക്ട് ചെയ്തിട്ട് പട്ടിക്കൂടിൻ്റെ വണ്ടയ്ക്ക് വെച്ചിട്ടാണുള്ളത്. പക്ഷേ ഈ ആംഗിൾ കൊള്ളാടാ, ഒരു ഡിഫറെൻ്റ് ആംഗിൾ. കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റീലൊക്കെ എടുക്കുമ്പോൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ ഇനി. പക്ഷെ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട്. കൊള്ളാം. ഇൻട്രോ ഇവിടുന്ന് പറയായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടിരുന്നേനെ. അടുത്തടുത്ത വീഡിയോസിൽ നമുക്ക് ഇൻട്രോ ഒക്കെ ഇവിടുന്ന് പറയാം കേട്ടോ. കൊള്ളാവേ. പക്ഷേ ഹായ്, കൊള്ളാം. വൈബുണ്ട്, നല്ല വൈബുണ്ട്. പക്ഷെ എനിക്ക് തടിയിച്ചിട്ട് തോന്നിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കിങ്ങനെ നിൽക്കാം. നമ്മുടെ പട്ടിക്കൂട് മാത്രമേ ഇവിടെയുള്ളൂ. പക്ഷെ പട്ടിയൊന്നുമില്ല. പട്ടിക്കൂട് ഇവർ വിറക് വരയാക്കി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീടിനേക്കാളും വലുത് വിറക് വരകളാ. പട്ടിക്കൂട് വിറക് വര, പശുത്തൊഴുത്ത് വിറക് വര, ലോട്ട് ഓഫ് വിറക് വര. നമ്മൾ അവിടെ വെച്ചാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. ഇപ്പം വീഡിയോ ഇനി നമുക്ക് പുതിയ ക്യാമറ വെക്കാൻ പറ്റുന്ന ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കാം. ആംഗിൾ ഹണ്ടിങ്. ഈ ആംഗിളും കൊള്ളാം അല്ലേ, കുറച്ച് ഹരിതാഭ, പച്ചപ്പ്, ഊഷ്മളത ഒക്കെ ഉള്ള ഒരു ആംഗിൾ. ഇത് നമ്മുടെ കിണറാണ് കേട്ടോ. കിണറ്റിൻ്റെ മറ്റേ ഇങ്ങനെ കെട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇങ്ങനെയെന്ന് കുറേ നേരമായി പറയുന്നു. കെട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ്, അവിടെ ജിമ്പൽ വെച്ചപ്പോൾ പുതിയൊരു ആംഗിൾ കിട്ടി. ഇനി പച്ചപ്പ്, ഹരിതാഭയൊക്കെ വേണ്ട എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാം. ലൈറ്റൊക്കെ കറക്റ്റ് മുഖത്തോട്ട് അടിക്കുന്ന സൺകിസ്. ഇനി അടുത്ത ആംഗിൾ ഹണ്ടിങ് ഒക്കെ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. എന്തായാലും ഞാൻ പോയിട്ട് ഔട്ട്രോ എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ടല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ ഔട്ട്രോ എടുത്ത് വെക്കട്ടെ. അകത്ത് പോയിട്ട് ഔട്ട്രോ എടുത്ത് വെച്ചിട്ട് ഞാൻ പോയി എഡിറ്റ് ചെയ്യട്ടെ കുറച്ച് സാധനങ്ങൾ. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പണിയുള്ള റീല് ഷൂട്ട് ചെയ്യണം. ഇന്നും പറ്റത്തില്ല എനിക്ക് തോന്നുന്നത്. ഇതെനിക്ക് ഒരുങ്ങാൻ മടിയായിട്ടാടാ. ഒരുങ്ങണം, സാരിയൊക്കെ വലിച്ച് കെട്ടണം. പണി. അത് ഓർക്കുമ്പം വിചാരിക്കും റീല് വേണ്ട അത്. പക്ഷെ എല്ലാവരും ചെയ്യുന്ന കാണുമ്പം ചെയ്യാനും തോന്നും. നമുക്ക് നോക്കാം. ഷോർട്സ് ഇന്നിടാൻ ഷോർട്സ് ഇല്ല, ഷോർട്സ് ക്ഷാമമാണ്. ഒരെണ്ണം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ എഡിറ്റ് പോലും ചെയ്തിട്ടില്ല. നോക്കാം, എന്തേലുമൊക്കെ ചെയ്യാം. ഇപ്പം തൽക്കാലത്തേക്ക് വ്ളോഗ് എടുക്കൽ ഇവിടെ നിർത്താം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല ചൂടാണ്, പുറത്തോട്ട് ഇറങ്ങാൻ കഴിയത്തില്ല. അതേപോലെ ഫോണ് ഹീറ്റാവും. അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പം വ്ളോഗ് ഇവിടെ നിർത്തിയിട്ട് ഉച്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഉച്ച കഴിഞ്ഞ് കാണാം. അപ്പോൾ ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ്, അതായത് വീഡിയോ എടുക്കൽ നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ ആകെപ്പാടെ ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു എല്ലാവരും കൂടെ. അപ്പോഴാണ് പിന്നെ ഒരു മഴ പെയ്യുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് ഞാനും മമ്മി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഉറക്കവും വന്നില്ല, മഴ ഒട്ട് മര്യാദയ്ക്ക് പെയ്തുമില്ല. എന്നാൽ പിന്നെ ഉറക്കം പോവുകയും ചെയ്ത്. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഭയങ്കര കൊതുക്. എൻ്റെ ദൈവമേ, ഇവിടുന്ന് വീഡിയോ എടുക്കാൻ ഒക്കുന്നില്ല. ഇത് നമ്മുടെ തൊഴുത്താണ് കേട്ടോ ബാക്കിൽ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയ്ക്ക് ഷെയ്ക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സിമ്പിൾ പൊക്കാനുള്ള മടിയും കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണ് പിടിച്ച് വീഡിയോ എടുക്കുന്നത്. പിന്നെന്താ, വൈകിട്ട് ഇനിയിപ്പോൾ പോയൊന്ന് കുളിക്കണം. അന്നേരം ഇട്ട ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ഇതുവരെ പോയിട്ടില്ലേ. അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇവിടെ വല്ലതും കൊടുത്തേക്കാം. ഇവിടെ വ്യൂ പ്രോഡക്ട്സിൽ കിടക്കും. ഇന്ന് അത്യാവശ്യം സമാധാനമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ സ്ട്രെസ് ഇല്ല, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ള സ്ട്രെസ്സുകളൊന്നും ഇല്ലാതെ ഇച്ചിരി സമാധാനമായിട്ട് വീഡിയോ ചെയ്തൊരു ദിവസമാണ് കേട്ടോ. സാധാരണ ഞാനൊരു 10 മണിക്കുള്ളിൽ നമ്മുടെ വ്ളോഗ് അവസാനിപ്പിച്ച് അടുത്ത വീഡിയോ എഡിറ്റിങ്ങും അത് പറഞ്ഞപ്പോഴാണ് നാളെ ഇടാനുള്ള വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തീർക്കുന്ന വിധത്തിലാണ് ഷെഡ്യൂൾ ചെയ്യാറ്. അപ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, കിട്ടുന്ന വീഡിയോ എടുക്കുന്നു, അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു. ഇന്ന് അതൊന്നുമില്ല.
ഭയങ്കര കൂളായിട്ട് കാമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തെ ഒരു ദിവസം. സൺഡേ അല്ലെങ്കിലും അങ്ങനെയല്ലേ, എല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ദിവസമായിരിക്കും. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം കയ്യിൽ കുറച്ച് മഞ്ഞളൊക്കെ ഇടണം. കുറച്ച് ടാൻ അടിച്ചിട്ടുണ്ട്, കുറച്ചെന്നല്ല കുറച്ച് ഏറെ ടാനുണ്ട്. അപ്പം കുറച്ച് മഞ്ഞളൊക്കെ കയ്യിൽ മാത്രം ഇടണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പം അതിനിപ്പോൾ കാണിക്കുന്നില്ല, അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കേണ്ടി വരും. ഫോണിലും കയ്യിലും അവിടെ ഇവിടെ എല്ലാം മഞ്ഞളാവും. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക ചെയ്തേ. അപ്പോൾ എനിക്ക് ഇനി അങ്ങനെ ഒരു പ്ലാനുണ്ട്. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തൊരു എണ്ണ തേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഓയിൽ മസാജ് ഞാൻ ഫേസിൽ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ, വല്ലപ്പോഴും വല്ല കാലത്തും. അപ്പം അത് ചെയ്യാനുണ്ട്. എന്നിട്ട് പോയി കുളിക്കണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാനിങ്. എത്രത്തോളം നടക്കുന്ന എനിക്കറിയത്തില്ല, എത്രത്തോളം വിജയിക്കുന്ന എനിക്കറിയത്തില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മഞ്ഞളിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റേ മുഖത്ത് കേൾക്കുന്ന എണ്ണയുടെ കാര്യം പിന്നെ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ബൈ.